Dears, once again welcome back to Lovely Shouts. Lovely Shoutsന്റെ LP UP LDC പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2023 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC ലെവൽ മെയിൻ എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ശരിയല്ലാത്തത് 4 അതായത് ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാൾ, നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര ബംഗാൾ, ഗീതാഞ്ജലി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ, രംഗഭൂമി പ്രേംചന്ദ് ബംഗാൾ. ഇത് തെറ്റാണ്. ശരിയല്ലാത്തതാണ് 4 ആൻസർ. രംഗഭൂമി എഴുതിയത് പ്രേംചന്ദ് തന്നെയാണ്. അദ്ദേഹം ഉത്തർപ്രദേശാണ്, ബംഗാളല്ല, ഉത്തർപ്രദേശ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 4 ശരിയല്ലാത്തതാണ്. ഓൺലി 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ആൻസർ. ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടതാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 2 അതായത് മുസോളിനിയുടെ വാക്കുകളാണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത് മുസോളിനിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളിൽപ്പെട്ട ഒന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. പതിറ്റുപത്താണ് ആൻസർ. ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ചരിത്ര സ്രോതസ്സുകളിൽപ്പെട്ട ഒന്നാണ് പതിറ്റുപത്ത്. 4ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഓൺലി 1 ആൻസർ പതിറ്റുപത്താണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. പതിറ്റുപത്ത്. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയാവലി ചരിതമാണ്. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശാവലി ചരിത്രമാണ്. ഏതാണ് ആ ഗ്രന്ഥം? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 മൂഷക വംശമഹാകാവ്യം. ഓൺലി 2 ആണ്. ബി ആണ് ആൻസർ. ഓൺലി 2 അതായത് മൂഷക വംശമഹാകാവ്യമാണ് 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശാവലിയുടെ ചരിതം. മൂഷക വംശമഹാകാവ്യം. അതായത് ആൻസർ ഓപ്ഷൻ ബി. ഓൺലി 2 മൂഷക വംശമഹാകാവ്യം. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 6ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 3 and 4 അതായത് സവർണജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ. പരസ്പരം ബന്ധമില്ലാത്തതാണ്. സവർണജാഥ നടത്തിയത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. മന്നത്ത് പത്മനാഭൻ തന്നെയാണ് നടത്തിയത്. ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീ ചിത്തിര തിരുനാൾ, ബാലരാമവർമ്മ, കൊച്ചി മഹാരാജാവല്ല, തിരുവിതാംകൂർ മഹാരാജാവാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ബന്ധമില്ലാത്തത്. 3, 4. അപ്പോൾ ആൻസർ ഓൺലി 2 ഓപ്ഷൻ സി ആണ്. അതായത് ഓൺലി 3 and 4 പരസ്പര ബന്ധമില്ലാത്തത് ഓൺലി 3 and 4 ആണ്.
താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. എയുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 4 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. അതായത് ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. 4-മത്തേത് ചതുഷ്കോണ സൂപ്പർ ഹൈവേകൾ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ്. ഓൺലി 2 and 4. അതായത് ഇന്ത്യയുടെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. 4-മത്തേത് ചതുഷ്കോണ സൂപ്പർ ഹൈവേകൾ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുതകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 1, 2 and 3 യോജിച്ച പ്രസ്താവനകൾ 1, 2, 3. അതായത് ഉഷ്ണമേഖല ഇലപ്പുഴയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. മഹാനദി, ഗോദാവരി നദി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശമാണ്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. ഇത് 3ഉം ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. അത് ഉത്തര മഹാസമതലത്തെയാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1, 2, 3 എന്നീ പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവന ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അവസാദ ശിലക്ക് ഉദാഹരണം. ഒരു അവസാദ ശിലക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ഉദാഹരണമായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓൺലി 2. കൽക്കരി. കൽക്കരിയാണ് ഒരു അവസാദ ശിലക്ക് ഉദാഹരണം. 9ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. കൽക്കരി. ഓൺലി 2. 2-മത്തേത് കൽക്കരിയാണ് ആൻസർ. അവസാദ ശിലക്ക് ഒരു ഉദാഹരണം കൽക്കരിയാണ്. താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി അബോവ്. ഓൾ ഓഫ് ദി അബോവ് എല്ലാം വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ആണ്. ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 എന്നറിയപ്പെട്ടു. ഉദ്ഘാടനം ഫെബ്രുവരി 15, 2019 നടന്നു. ആദ്യ യാത്രയിൽ ഡൽഹിക്കും വാരാണസിക്കുമിടയിലാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സർവീസുകൾ നടത്തപ്പെടുന്നത്. ഓൾ ഓഫ് ദി അബോവ് എല്ലാം തെറ്റായ പ്രസ്താവനയാണ്, ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏത്? ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 1. അതായത് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. സെപ്റ്റംബർ 16. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 1 ആണ് സെപ്റ്റംബർ 16. ഓസോൺ ദിനം സെപ്റ്റംബർ 16-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൾ ഓഫ് ദി അബോവ്. ഓൾ ഓഫ് ദി അബോവ് ആണ് ശരി. അതായത് ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. എല്ലാം ശരിയായ പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ എ ഓൾ ഓഫ് ദി അബോവ്. 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. 1, 2, 3 പ്രസ്താവന 1 1974-78 വരെയാണ് പദ്ധതി നടപ്പാക്കിയത്.
ഖരീബി അഡാവോ പരിപാടി നടപ്പിലാക്കി ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. അപ്പോൾ പ്രസ്താവന 1, 2, 3 പറഞ്ഞ 3 പ്രസ്താവനയും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 13ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്, 3 ശരിയല്ല. അപ്പോൾ 14ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്, 3 ശരിയല്ല. 1 ഈ നയങ്ങളെ, അതായത് സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തരംതിരിക്കാം. ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തേത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. ശരിയാണ്. മൂന്നാമത്തേത് തെറ്റായ പ്രസ്താവനയാണ്. അതായത് ഉദാരീകരണത്തിൻ്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിച്ചു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 1, 2 പ്രസ്താവന മാത്രമാണ് ശരി, 3 ശരിയല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2 ശരി, 3 ശരിയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. സഹകരണ ബാങ്ക്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് സഹകരണ ബാങ്ക്, LIC. അത് തെറ്റായ പ്രസ്താവനയാണ്. ബാങ്കുകളുടെ ബാങ്ക് RBI ആണ്. വാണിജ്യ ബാങ്കാണ് SBI. പുതുതലമുറ ബാങ്കാണ് ICICI. സഹകരണ ബാങ്ക് LIC ഒരു ഇൻഷുറൻസ് സ്ഥാപനമാണ്. അപ്പോൾ 15ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയല്ലാത്ത ജോഡിയാണ് ഓപ്ഷൻ ഡി, സഹകരണ ബാങ്ക് LIC. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് 15 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അധിക ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അതുകൊണ്ട് തന്നെ ധാരാളം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ മറ്റു ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.